അയ്യോ ദാരിദ്ര്യം. ടാറ്റ വാങ്ങിച്ച് രണ്ടെണ്ണം എടുക്കണോ? വണ്ടി ഓടിക്കാം, അത്യാവശ്യം സമയങ്ങളിൽ ജിമ്മും ചെയ്യാം. അതിപ്പോ ലാഭായല്ലോ. നല്ല വെയിറ്റുണ്ട്. നിങ്ങൾ എന്തായാലും ഷോറൂമിൽ പൈസ കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ചെയ്യാൻ പറയാട്ടോ. ഒരിക്കലും നിങ്ങൾ അവരോട് ഹായ്, വെൽക്കം ടു വിജി ലൈഫ് ഡയറി. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഓട്ടോ ഹെഡ് ലാമ്പും ഓട്ടോ വൈപ്പറും എങ്ങനെയാണ് വർക്ക് ചെയ്യണം, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഷീൽഡ് വാഷറിൻ്റെ ഫോഴ്സ്, ഇവിടെ നമുക്ക് 2 നോസിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് വളരെ കുറവാണ്. ഇത് പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഒന്നല്ലെങ്കിൽ ഈ സൈഡ് ഫോഴ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ സൈഡ് ഫോഴ്സ് കുറവായിരിക്കും. കാറ്റ് കൊണ്ട് തണുക്കുമ്പോൾ 2 ഇറ്റ് പോയാലായി. അപ്പോൾ വേണ്ടത്ര ഫോഴ്സ് നമുക്ക് ലിക്വിഡ് ഇവിടേക്ക് എത്തുന്നില്ല, അപ്പോൾ ഗ്ലാസ് ക്ലീൻ ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പരാതി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ സുബിൻ ബ്രോ, നമ്മുടെ ഓണേഴ്സ് ഗ്രൂപ്പിലുള്ള സുബിൻ ബ്രോ ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ ഈ നോസിൽ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഫോഴ്സ് ഗ്ലാസ്സിലേക്ക് എത്തുന്നു തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് ഇത് തുറക്കുന്നതും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ പ്രശ്നം സോൾവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറക്കാനായിട്ട് ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത്. ഒന്ന് വലിക്കുക. അപ്പോൾ ബോണറ്റ് തുറക്കാനായിട്ട് ഇവിടെ ഉള്ളിലൊരു ലിവർ ഉണ്ട്. ജസ്റ്റ് ലെഫ്റ്റിലോട്ടൊന്ന് തള്ളിയാൽ മതി കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോ. ഓക്കെ, ഇതാണ് ആ ലിവർ. നമ്മൾ ലെഫ്റ്റിലോട്ടാണ് തള്ളിയത്. ഇവിടെ ഇതിൻ്റെ സ്റ്റിക്ക് ഉണ്ട്, വയ്ക്കുക. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യണ ലിക്വിഡ് ഒഴിക്കുന്നത് ഇത് ഇവിടെയാണ്. ഇവിടെ 3 എണ്ണം ഉണ്ട്. അതായത് ഇവിടെ ബ്രേക്ക് സീൽ, എഞ്ചിൻ ഓയിൽ, വിൻഷീൽഡ് ലിക്വിഡ്. ഇവിടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തുറക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കുക. ഇതാണ് നമ്മുടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ച് നോക്കാം. ഇത് തിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂ സോൾവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. അടിപൊളി അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇഷ്യൂ എന്തായാലും സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ രസകരമായ വസ്തു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് സർവീസിന് പോയപ്പോൾ ഈ ഇഷ്യൂ നോട്ടീസ് ചെയ്തതാണ്. ഞങ്ങൾ പറഞ്ഞാണ് ലെഫ്റ്റ് സൈഡിലെ നോസിലിന് ഫോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ സംശയിച്ചു നമ്മുടെ ലിക്വിഡ് കുറഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ചു. ഞങ്ങളത് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു 85 റുപ്പീസ് വാങ്ങിച്ചിട്ട് അവർ ലിക്വിഡ് നിറയ്ക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ കംപ്ലീറ്റ് നിറച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടി വാങ്ങിയപ്പോൾ എന്തായാലും ലിക്വിഡ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷേ ഷോറൂമാർ എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് നിറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് കഴിഞ്ഞു, ഒരു സ്ഥലത്തും വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവസാനം കുറച്ച് വെള്ളം ഒഴിക്കുക ചെയ്തത്. വെള്ളം ഒഴിച്ചപ്പോൾ വീണ്ടും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളെന്തായാലും ഷോറൂമിൽ പൈസ കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ചെയ്യാൻ പറയാട്ടോ. ഒരിക്കലും നിങ്ങൾ അവരോട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോരരുത്. നിങ്ങൾ അവിടെ നിൽക്കുക, അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വളരെ ഈസിയാണ്, നിങ്ങൾ കാണിച്ചു തന്നു ഞാൻ. അപ്പോൾ എന്തായാലും നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഇഷ്യൂ സോൾവ് ആയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ സുബിൻ ബ്രോനെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
പിന്നെ ചിലപ്പോൾ ഇത് ചെയ്തിട്ടും നമ്മൾ പറഞ്ഞ പോലെ സ്ക്രൂ ഡ്രൈവറെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടും വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ നോസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടി എന്തെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഷോറൂമിൽ കാണിക്കുക കേട്ടോ. ഇത് എല്ലാത്തിനുള്ള സൊല്യൂഷൻ അല്ല. എന്തായാലും ആ ഡയറക്ഷൻ, അതായത് നോസിൽ ചിലപ്പോൾ താഴോട്ടേക്ക് ഇരിക്കുകയാണെങ്കിൽ മാത്രം അത് മുകളിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സെറ്റപ്പ് ഒക്കെ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടും വെള്ളം വരുന്നില്ലെങ്കിൽ അപ്പം നമ്മളിട്ട് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഷോറൂമിൽ തന്നെ കാണിക്കുക. ഷോറൂമിൽ പോകുമ്പോൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ നോസിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് സ്പ്രേ ടൈപ്പാണ് ഈ കാറിൽ വരുന്നത്. അവർ കുറേ ഇതിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞ് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങളും വിശ്വസിച്ച് പോയി, ഓക്കെ ഇതിൽ സ്പ്രേ ടൈപ്പാണ്, അതുകൊണ്ടായിരിക്കും മുകളിലോട്ട് എത്താത്തതെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നീട് ഗ്രൂപ്പിൽ പലരും അവരവരെ കാറുകളിൽ ഇത് സ്പ്രേ ചെയ്യുന്ന ഫോഴ്സ് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നല്ല രീതിയിൽ ഫോഴ്സ് ഉണ്ട്, ഗ്ലാസിൻ്റെ ടോപ്പിൽ വരെ വരുന്നുണ്ട് ഈ സാധനം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവരപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ വണ്ടിയിൽ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ നോക്കുക, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് ആവണമെങ്കിൽ വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ ഷോറൂമിൽ പോയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് സോൾവ് ആക്കിയിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അൾട്രാസ് മാത്രമല്ല, നമുക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്ന ടോപ്പിക്കായിട്ട് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും മെമ്പർ ആവാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.